ചെമ്മീൻ മക്കളെ, ചെമ്മീൻ കിലോ 440 രൂപയാണ് കിലോ. നല്ല ചെമ്മീനാട്ടോ, വലിപ്പമുള്ള ചെമ്മീനാണ്. വളർത്ത് ചെമ്മീനാണത്, വളർത്ത് ചെമ്മീൻ. ഷെബീന ഷാൻ്റെ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. നല്ല ഹോട്ടലൊക്കെ കിട്ടുന്ന മാതിരി അടിപൊളി ഒരു ചെമ്മീൻ കറി. എന്തായാലും നമ്മളൊരു പെട്ടെന്നൊരു സാധനം ഇടാൻ പോകുന്നുണ്ട് കേട്ടോ. തേങ്ങ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു വേറൊരു കലയാണിത്. ഒരു പ്രത്യേക മഴക്കാലത്ത് തവള കരയുന്നൊരു സൗണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേക ആംബിയൻസ്. അപ്പോൾ ഒരു മുറി തേങ്ങ, പച്ചത്തേങ്ങ, 2-3 ചെറിയ ഉള്ളി അല്ലേ, ഒരു 3 തക്കാളി, 4 പച്ചമുളക്, ഒരു കഷ്ണം വലിയ ഉള്ളി. തേങ്ങ അരയ്ക്കുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്രീം പോലെ അരഞ്ഞു വരണം, നല്ല ക്രീം പോലെ. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. കുത്തോ കുത്ത്, കുത്തോ. നമുക്ക് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാം. ചെമ്മീൻ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിപ്പെട്ട പണിയാണ്. ചെമ്മീനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചെമ്മീനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പൊളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. അതോ ചെമ്മീൻ്റെ മീശയും താടിയൊക്കെ പത്രയും കൊണ്ട് വെട്ടിക്കളയാം. തലൻ്റെ ഒരു ഭാഗം ഒറ്റ നുള്ളൽ, ഒരു കറക്കൽ. സൗഫറായിട്ട് നേരെയൊക്കെ ചെമ്മീൻ വാങ്ങിയാൽ വൃത്തിയാക്കുന്നതിലൊരു വലിയൊരു റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ്റെ അകത്തൊരു വിര ഉണ്ടാവും. എല്ലാവരും വൃത്തിയാക്കുമെന്നറിയില്ല. നമ്മൾ വീട്ടിലൊക്കെ ചെമ്മീൻ്റെ ബാക്ക് സൈഡിൽ, പുറം സൈഡിൽ ഏകദേശം നട്ടലിൻ്റെ മാതിരി ഇരിക്കുന്നൊരു വിര പോലത്തെ ഒരു സാധനം ഉണ്ടാകും. നമ്മളത് കട്ട് ചെയ്ത് അതിനെ ഒഴിവാക്കലുണ്ട്. ഈ ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചിലപ്പോൾ ചെമ്മീൻ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വയറുവേദനയൊക്കെ ഈ സാധനം ഒഴിവാക്കത്തതിനെ കൊണ്ടുള്ളതാണ്. ഇങ്ങനെ മൊത്തത്തിലൊരു പറഞ്ഞറിവ്. ഓക്കേ, പക്ഷേ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. മീനായാലും എന്തൊരു മീനായാലും നമ്മളൊരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കും. അതിൻ്റെ എന്താ പറയുക, നമ്മൾ കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാകുന്ന വരെ നമ്മൾ കഴുകും. ചെമ്മീൻ കറി വെക്കാൻ നമുക്ക് എന്തായാലും ഒരു ചട്ടി വേണം. ഈ മൺചട്ടിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഒരു സാധനത്തിൽ നിന്നും കിട്ടില്ല. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് കേട്ടോ. കറുമുറ. നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളക് നടുവേ കീറിയതാണ്. 2 സ്ലൈസാക്കി എടുത്തിട്ടുള്ള ഒരു 4 പച്ചമുളക്. ഉണ്ടമുളകാണ് നമ്മൾ ഉപയോഗിച്ച്, കുറച്ച് അത്യാവശ്യം എരിവുള്ള മുളകാണ് ഇട്ടത്. നമ്മൾ നല്ലപോലെ വാടി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ
7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന തൊട്ടിട്ട് പാചകം ഞാൻ എൻ്റെ ഒരു കലയായി മാറ്റിയ ഒരു സംഭവമാണ്. അത് ജീവിത സാഹചര്യം കൊണ്ട് വന്നു പോയതെന്ന് പറയുന്നതായിരിക്കും സത്യം. 7th പഠിക്കുന്ന സമയത്ത് ഉമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് ഉമ്മ റെസ്റ്റിലായിരുന്നു. അപ്പം വീട്ടിലെ ഫുള്ള് പണി ഞാൻ എടുത്തിരുന്നത്. അടുത്തായി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇങ്ങനെ ഇളക്കി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ കുക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ഫീൽഡാണത്. ഞങ്ങൾ പട്ടാളത്തിൽ പല സ്ഥലത്തും സ്കീമായിട്ടും പല ഓപ്പറേഷനായിട്ടും പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സാഹചര്യത്തിൽ ഒരു 10 പേരൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ നമുക്കൊരു കുക്ക് അവൈലബിൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണത്. അതേപോലെ സൺഡേ ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങൾ, ഒഴിവ് ദിവസങ്ങളെല്ലാം ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഫുഡ്, മെസ്സിലെ ഭക്ഷണം കൂടാതെ സ്പെഷ്യലായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതിൽ ബീഫ് ഉണ്ടാവും, ചിലപ്പോൾ മട്ടൺ ഉണ്ടാവും, ചിലപ്പോൾ ബിരിയാണി ഉണ്ടാവും. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഒരുവിധം ഞാൻ കൈകാര്യം ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം വാടി വന്നപ്പോൾ നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ചെമ്മീൻ അത്യാവശ്യം ഒരു വേവുള്ളൊരു മീനാണ്. അത്യാവശ്യം നല്ലപോലെ വേവാനുണ്ട്. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. സാധാരണ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് കൂടുകയും കുറയൊക്കെ ചെയ്യാം, അത് കുഴപ്പമില്ല. അത് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളതിൻ്റെ തിക്ക് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. നല്ല തിളച്ചിങ്ങനെ വരുന്നുണ്ട്, കൊത്ത പതിക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് എന്നൊക്കെ പറയാം നമ്മൾ വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു ഫീൽഡാണ് ഈ പാചകം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ പട്ടാള ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാ ആഘോഷങ്ങൾക്കും, നമ്മൾ ഓണമായാലും പൊങ്കൽ എല്ലാം നമ്മളവിടെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സദ്യകൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മലയാളീസാണ് അതിന് ഏറ്റവും കൂടുതൽ ഭാഗമായിട്ടുണ്ടാവുക. നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്നും പിന്നെ നമ്മുടെ വടക്കൻ ജില്ലകൾ, നമ്മുടെ മലബാറികൾ എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണം. അത് സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പല സ്ഥലത്തും പല രീതിയിലാണ് സദ്യകൾ ഉണ്ടാക്കുക. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ പാഷനായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ കേരള പൊറോട്ട കേരള പൊറോട്ട തന്നെ പറയണം. പൊറോട്ട നമ്മൾ ഇവിടെ പറയും, അവിടെ കേരള പൊറോട്ട തന്നെ പറയാം. അപ്പം കേരള പൊറോട്ട ഉണ്ടാക്കുക. ഒരു കമ്പനിക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ മലയാളീസ് എല്ലാം കൂടെ ചേർന്ന് റെഡിയാക്കും. അപ്പോൾ അതിൽ 25 കിലോ മൈദയുടെ പൊറോട്ട ഞങ്ങൾ റെഡിയാക്കും. അതിൽ നമ്മുടെ ജൂനിയർ സോൾജർ മുതൽ ഞങ്ങളുടെ സീനിയർ വരെ ഞങ്ങളുടെ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാ മലയാളീസും അതിൻ്റെ ഭാഗമായി മാറാറുണ്ട്. എല്ലാവരും വരും. അതൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഞങ്ങളുടെ ജോലിയിലുള്ള ആ ഒരു ആഴ്ചയിലുള്ള ആ ടെൻഷനൊക്കെ നമ്മൾ ശനിയാഴ്ച രാത്രി മൈദയൊക്കെ കുത്തിവെച്ച് രാവിലെ പൊറോട്ട അടിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. നമ്മുടെ മ്യൂസിക് ബോക്സൊക്കെ എടുത്തുകൊണ്ടുവന്ന് പാട്ടൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ലൈഫാണത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞങ്ങളുടെ മെസ്സിലുള്ള കുക്കിന് ഞങ്ങൾ ലീവ് കൊടുക്കും. ഞങ്ങൾ പറയും രാവിലെ നിങ്ങൾ വരേണ്ട, നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് റെഡിയാക്കാൻ വേണ്ടി വന്നാൽ മതി. അപ്പോൾ അത് ഞങ്ങൾ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളൊരു ടാസ്ക്കായി ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തി എടുക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പട്ടാള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, കണ്ടിന്യൂ. നമ്മൾ മുരിങ്ങാക്കായും ചെമ്മീനൊക്കെ ഏകദേശം 3/4 ഭാഗം ബോയിലായിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ. നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പം തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഏകദേശം നമ്മളൊരു ജ്യൂസ് പരുവത്തിൽ തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആകുമ്പോൾ അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അപ്പോൾ തേങ്ങ അരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വറവും കൂടി ഇട്ട് കൊടുക്കണം, ചെറിയൊരു തൂമിക്കൽ എന്നൊക്കെ പറയും. അപ്പം നമുക്കിതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. വറവിടാനുള്ള ഒരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. വറവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വാങ്ങിച്ചാട്ടോ. ഇത് ഞങ്ങൾ ആന്ധ്ര ട്രിപ്പ് വിശാഖപട്ടണം പോയപ്പോൾ നമ്മൾ വിശാൽ മെഗാമാർട്ടിൽ വാങ്ങിച്ചത്. വെളിച്ചെണ്ണയാണ് നമ്മൾ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, ഉള്ളിയാണ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതുണ്ട് നമ്മളെ തിളച്ച് കഴിഞ്ഞുണ്ട്. ഇതിനകത്തൊരു നമ്മുടെ മുളകൊക്കെ ഇങ്ങനെ മേലെ പൊന്തി ഇങ്ങനെ വരും. അതാണ് അതിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇത്തിരി രീതിയിലുള്ള സൗണ്ട് വരുന്നു. അവസാന മിനുക്കോണികൾ നമ്മുടെ സ്വന്തം കറിവേപ്പില, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് കേട്ടോ. അതാണ് നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടിപൊളി സാധനം ശുഭോ, അടിപൊളി ഫസ്റ്റ് ക്ലാസ് സാധനം. താങ്ക് യു. ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.